രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹ്റൈനിലുള്ള ഒരു സ്ട്രീറ്റ്, ഒരു റോഡിൻ്റെ ചില ഭാഗങ്ങളാണ്. എന്നെ വെറുതെ ഒരു രസം തോന്നി, കാണിക്കണം തോന്നി, അതുകൊണ്ട് കാണിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നടക്കും. ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഈ സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും നടക്കാനില്ല. എന്നാൽ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറേശ്ശെ വരുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് നമ്മളൊക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ഭാഗം കൂടിയാണ് അത്. അദ്ലിയയുടെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. ഇത് ഉമ്മുൽ ഹസം, മാഹൂസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. വളരെ നല്ല താമസിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളാണിത്. സിഗ്നലിൽ വണ്ടികൾ നിൽക്കുന്നതിനാണ് റെഡ് കളർ കാണുന്നത്. ഇതിനെ അകലെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നും. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അത്ര സുഖം ഉണ്ടാവില്ല, കാരണം സിഗ്നലിൽ നിൽക്കണമല്ലോ. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു രസമുണ്ട്. അങ്ങനെ നമ്മൾ ഉമ്മുൽ ഹസം റോഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, നമ്മുടെ ഒരു നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. അത് നമുക്ക് കാണാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ നമ്മൾ കണ്ട സിഗ്നലുണ്ടല്ലോ, ആ സിഗ്നലിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് നമ്മുടെ സിഞ്ചിലേക്കൊക്കെ പോകാനുള്ള റോഡാണ്. ആ വണ്ടികൾ പോകുന്ന ആ റോഡ്, അവിടുന്ന് സിഞ്ചിലേക്ക് പോകാനുള്ള, തിരിഞ്ഞ് പോകാനുള്ള. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഈ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല, അല്ലെങ്കിൽ ബസ് കാത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സിഞ്ചിലേക്കുള്ള റോഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ റോഡാണ് കാണുന്നത്. സിഞ്ചിലേക്കുള്ള റോഡാണ്. നമുക്ക് ഈ വഴിയരികിൽ ചെറിയ രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിച്ചത് നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ്. നമുക്ക് നടന്ന് രാത്രിയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകുന്നേര സമയങ്ങളിൽ മോർണിംഗിലൊക്കെ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അധികം ഒരുപാട് റഷൊന്നും ഉണ്ടാവില്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ട്രൈറ്റ് റോഡാണ്. ഞാൻ വീഡിയോ ചെറിയ ഒരേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, കാരണം നമ്മൾ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. നമ്മൾ നടന്നു വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയയാണ് നമ്മൾ ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരാൾ സൈക്കിളിൽ അവിടെ നിന്ന് വരുന്നുണ്ട്. 12 മണി കഴിഞ്ഞു ഇവിടെ. അതേപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആളുകളായിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. ചില ആളുകളൊക്കെ ഈ സമയത്ത് ഇതേപോലെ ഡ്യൂട്ടി നേരം വഴുകി കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഹോട്ടലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഈ സമയത്ത് നടക്കാനിറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ 2 പേര് വരുന്നുണ്ട്. കാരണം ഇതൊരു ഹോട്ടലുകൾ ഒരുപാടുള്ള മേഖലയാണ്. നമുക്കറിയാം, അദ്ലിയ, മുല്ലസി ഭാഗം പറയുമ്പോൾ വലിയ വലിയ ഹോട്ടലുകൾ, ഹോട്ടൽ സ്റ്റാഫുകളുടെ അക്കോമഡേഷനൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ഡ്യൂട്ടി 12 മണിക്ക് ശേഷം കഴിഞ്ഞ് മോർണിംഗ് അവർ ഭൂരിഭാഗം ആളുകളും രാവിലെ ഒരു 11 മണിക്ക് 10 മണിക്കൊക്കെ എണീക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രിയാണ് ഫ്രീ ആവുക. 12 മണിക്ക് ശേഷമാണ് റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി വന്ന്. അങ്ങനെ നടക്കാനിറങ്ങുന്ന ആളുകളൊക്കെ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോഴൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ ഒരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ട്രോപ്പിക്കാന എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ ഗ്രീൻ ബോർഡാണ് ആ കാണുന്നത്. ചില ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്.
ഹോട്ടൽ ട്രോപ്പിക്കാന ഉണ്ടല്ലേ, ആ ഹോട്ടലാണ് കാണുന്നത്. അത് ആ സൈഡാണ്, റോഡിന് അങ്ങേ സൈഡാണ്. അതിൻ്റെ ഡോറ് വരുന്നത് അപ്പുറം ഭാഗത്തു കൂടെയാണ്, അതിൻ്റെ പിന്നിലൂടെയാണ്. നമ്മൾ അതിൻ്റെ ഒരു റോഡ് സൈഡ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ബാക്കിലൂടെയുള്ള റോഡിലൂടെയാണ് അതിലേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രോപ്പിക്കാന ഹോട്ടൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, എല്ലാവരും അറിയുന്നതാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൊരു ലാൻഡ്മാർക്കായിട്ട് ആളുകൾക്ക് പറയുന്ന സ്ഥലം കൂടിയാണ് ഈ ട്രോപ്പിക്കാന. ഉമ്മുൽ ഹസം, സിഞ്ച്, മാവൂസ്, ഇതിൻ്റെയൊക്കെ ഇടയിലാണ്. മാവൂസ് എന്ന് പറയും ചിലർ, മാവൂസ് എന്ന് പറയുന്നതൊക്കെ ചിലർ. ഇത് കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ മാവൂസാണ്, പക്ഷേ ചിലർ സിഞ്ച് എന്ന് പറയും, ചിലർ ഉമ്മുൽ ഹസം എന്ന് പറയും. അത് നമ്മളെ വിദേശികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടിലും, പ്രത്യേകിച്ചിട്ട് ബഹ്റൈനിലൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള വെച്ചാൽ ഇവിടുത്തെ കറക്റ്റ് പേരൊന്നുമല്ല, സ്ഥലങ്ങളുടെ പേരല്ല നമ്മളിപ്പോൾ തെറ്റിച്ചാൽ പറയാറ്, നമുക്കതറിയില്ല. പിന്നീട് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബില്ലും ഇവിടുത്തെ പേപ്പറുകളിലൊക്കെ രേഖകൾ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഓരോ രാജ്യങ്ങളുടെ പേരുകളും നമ്മൾ പറയുന്നത് പോലെയല്ല ഇവിടുത്തെ രേഖകൾ, വ്യത്യാസമുണ്ട്. സംഭവം ആ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഹൂറ എന്ന് പറയുന്ന സ്ഥലം, ചില ആളുകൾ ഇപ്പോൾ റാസ്റുമ എന്ന് പറയുന്ന സ്ഥലം അത് ഹൂറയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഹൂറാന്ന്, പക്ഷേ നമ്മളവിടുത്തെ ആളുകൾ പറയാം വേറൊരു ഏരിയക്കാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വന്നു കഴിഞ്ഞാലാണ്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം അത് റാസ്റുമാനാണോ ഹൂറയാണോ ബ്ലോക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ്. ഇതൊരു സിഗ്നലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഞ്ചിലേക്കൊക്കെ പോകാനുള്ള മറ്റൊരു ഷോർട്ട് റോഡും അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ നല്ല ഇവിടുത്തെ ഇതിൻ്റെ ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡാണെങ്കിലും, ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടത്തെ സൈഡിലുള്ള ഈ ഭാഗമാണെങ്കിലും ഇതിൻ്റെ റൈറ്റ് സൈഡാണെങ്കിലും കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ആളുകൾ താമസിക്കുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയകളാണ്. കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ്, അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഗുദേബിയ, റാസ്റുമാൻ, മനാമ എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര റഷായിരിക്കും. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി ആളുകളൊക്കെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ താമസിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട്, അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇതൊക്കെ നിറച്ച് മരങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കറക്റ്റ് വെളിച്ചം കിട്ടാത്തത്. പക്ഷെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് രാത്രിയൊക്കെ ഏത് രാത്രിയും ഇതുവഴിയൊക്കെ നമുക്ക് ഒരു പേടിയും കൂടാതെ, നമ്മൾ വിദേശ നാടുകളിലാണെങ്കിൽ പോലും രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ലതാണ്. വിജനമായ സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ വിജനമായ സ്ഥലമാണെങ്കിൽ പോലും ഹൈവേയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എപ്പോഴും വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉള്ള കുറേ കൂടി സേഫാണ്. അല്ലാതെ ഉള്ള ഈ സ്ഥലങ്ങളിലൂടെ രാത്രി നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും എത്ര സുരക്ഷിതം പറയുമ്പോൾ പോലും നമ്മളെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമുക്കൊക്കെ പലപ്പോഴും അങ്ങനത്തെ ചില ഫീലിങ്ങുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഈ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ചില സമയത്ത് നമ്മൾ ചെന്ന് പെടുമ്പോൾ അവിടെ ചിലപ്പോൾ നമ്മളെ സുരക്ഷക്കാരെത്തിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മളതാണ്. അപ്പോൾ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടിപ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സ്റ്റേഡിയമാണ്. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതിന് കറക്റ്റായിട്ട് ഇത് കാണാൻ കഴിയുന്നില്ല. ഇതൊരു സ്റ്റേഡിയമാണ്, അല്ലേ, വലിയൊരു സ്റ്റേഡിയമാണ്. ഉമ്മുൽ ഹസത്തെ ഒരു പ്രധാനപ്പെട്ട അതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ആ ലൈറ്റുകൾ കാണുന്നത് അപ്പാർട്ട്മെൻറ്റാണ്. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് മെയിനായിട്ട് കാണിക്കണം എന്ന് തോന്നി. ഇതൊരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഈ സമയമായതുകൊണ്ടാണ്. കുറച്ചും കൂടിയും നേരത്തെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ ഇരുട്ടായി കിടക്കണം. ആണോ, വലിയ സ്റ്റേഡിയമാണ്, വലിയൊരു സ്റ്റേഡിയമാണ്. ഇവിടെ അത്യാവശ്യം ക്യാമ്പും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. കണ്ടില്ലേ, അതിന് നെറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. അതാ ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഇത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടെ ടൂർണമെൻറ്റുകളൊക്കെ അറബികളൊക്കെ കൂടുതലും അവർ എടുത്ത് കളിക്കുന്ന ഉമ്മുൽ ഹസം. ഇത് എക്സാക്ട്ലി ഉമ്മുൽ ഹസമാണ്. ഈ ഭാഗം ഉമ്മുൽ ഹസം. അപ്പോൾ ഉമ്മുൽ ഹസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗമൊക്കെ അങ്ങോട്ട് സിഞ്ചും മാവൂസും അതൊക്കെ പറയും. ഈ പറഞ്ഞ പോലെ നമുക്കും കറക്റ്റായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളുടെ അതിർത്തിയൊന്നും അങ്ങനെ അറിയണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഉമ്മുൽ ഹസം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിവിടെ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഉമ്മുൽ ഹസം ക്ലബ്ബ് സ്റ്റേഡിയം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇതും അവരുടെ തന്നെ ഒരു മിനിസ്റ്ററുടെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഉമ്മുൽ ഹസം ക്ലബ്ബ്
സ്റ്റേഡിയം കണ്ടോ, അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരു പുതിയതായിട്ടൊരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉമ്മലസത്ത്. അതിനോട് ചേർന്നത് മലയാളികളാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല. നൈറ്റിലൊക്കെ ആൾക്കാർ രാത്രികാല കോഫി ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, വണ്ടികളൊക്കെ നിർത്തിയിട്ട് ആളുകൾ ജ്യൂസും ചായ കുടിക്കുന്നത്. മെഹാഫിൽ ടീ എന്നാണ് അതിൻ്റെ പേര്. ഇത് കണ്ടില്ലേ, ഇതൊരു കാരവനാണ്. ഈ പ്ലെയേഴ്സൊക്കെ ഇതാക്കുന്നൊരു കാരവൻ. ഇത് നമ്മുടെ ഉമ്മുല്ലസത്തിൻ്റെ മറ്റു ചില ഉമ്മുല്ലസത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിവിടെ കാണിക്കാൻ ഉള്ളത്. ഇതിൻ്റെ ബാക്കി വീഡിയോകൾ ഇനി ഉമ്മുല്ലസത്തിൻ്റെ കുറച്ചും കൂടി നല്ല ഭാഗങ്ങളുണ്ട്. അത് നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നണം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതൊക്കെ. ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടേക്ക് ഈ വണ്ടികളൊക്കെ, ഈ വലിയ വണ്ടികളൊക്കെ ഇവിടെയാണ് അവർ നിർത്തിയിരുന്ന സ്ഥലം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടിയും നല്ല വീഡിയോകൾ ഉണ്ടാവും. ഞാൻ ഇവിടെ ഇരുട്ട് വന്നതുകൊണ്ടാണ്. നമുക്ക് നോക്കിയിട്ട് ഇനി വേറെ വീഡിയോകൾ ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു ഇതിൽ ഇവിടുത്തെ കുറച്ചും കൂടിയൊക്കെ നല്ല കാര്യങ്ങൾ, ഈ രാത്രികാല കാഴ്ചകൾ എങ്ങനെയാണ് ആളുകൾ ഇവിടുത്തതൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ അടുത്തൊരു സെൻറ്ററിലേക്ക് കയറണം. അടുത്തൊരു സെൻറ്ററിലേക്ക് കയറണം. ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കും കൂടി കാണിച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇതൊരു ക്ലിനിക്കാണ്, ഇവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്ററാണ്. ആ ഹെൽത്ത് സെൻ്ററിനെയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഷെയ്ഖ് സബാഹ് അൽ സലേം അൽ സബാഹ് ഹെൽത്ത് സെൻ്റർ ആണല്ലേ. ഇവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്ററാണ്. ഇവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്റർ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്ററാണ് ഈ കാണുന്നത്. ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ അപ്പുറത്ത് വഴി പോകണം. റോഡിൻ്റെ അപ്പുറ സൈഡിൽ പോയി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി നന്നായിട്ട് ഈ ഹെൽത്ത് സെൻ്റർ നമുക്ക് കാണാൻ കഴിയും. ഇത് ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ കാണിക്കാം.